ഇതെന്താ അറിയോ? ഇത് യൂറിയ ടാങ്കാണ്. ജീപ്പ് കോമ്പോസ്റ്റ് അല്ലെങ്കിൽ 2020 ശേഷമുള്ള മിക്ക വാഹനങ്ങൾക്കും വരുന്ന യൂറിയ ടാങ്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഡെഫ് ടാങ്ക്, ഇല്ലെങ്കിൽ ആഡ് ബ്ലൂ ടാങ്ക് എന്നൊക്കെ പറയും. ആഡ് ബ്ലൂ ഇതിനകത്താണ് നമ്മൾ 20 ശേഷമുള്ള വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന കംപ്ലയിൻറ്റിൽ ഒന്നാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ആഡ് ബ്ലൂ ക്രിസ്റ്റലാകുക. ക്രിസ്റ്റലായി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ആഡ് ബ്ലൂവിൻ്റെ ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആകും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ വാഹനത്തിന് അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. നമ്മൾ ആ വിഷയം പരിഹരിച്ചിരിക്കുകയാണ്. 300 കിലോമീറ്ററിലധികം ഈ വാഹനം ഓടത്തില്ല. അത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുന്നതായിരുന്നു ഈ വണ്ടിക്ക് വന്ന ക്ലസ്റ്ററിൽ വന്ന കംപ്ലയിൻറ്റ്. അതിൻ്റെ കാരണക്കാരെന്താ ഈ കയറുന്ന യൂറിയ ടാങ്ക് ആയിരുന്നു. അപ്പോൾ ഇതിന് കുറേ സമയം എടുത്തു കേട്ടോ. ഏകദേശം 20 ദിവസത്തോളം നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരാനും തീർക്കാനും ഈ ടാങ്ക് വരാനൊക്കെ സമയം എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള BS6 വാഹനങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഡെഫിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വണ്ടിക്ക് എന്തുകൊണ്ടാണ് ആ ഡെഫ് ടാങ്കിന് കംപ്ലയിൻറ്റ് ഒന്നും അറിയണ്ടേ? ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ഒരു ഇടി കിട്ടിയിരുന്നു. ഇടി കിട്ടിയിട്ട് ബാക്കൊക്കെ അവർ സർവീസ് ചെയ്തു. പക്ഷേങ്കിൽ ആ ഡെഫ് ടാങ്കിന് ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നും എയർ സപ്ലൈ ഉണ്ടായിട്ടാണ് അത് ക്രിസ്റ്റലൈസേഷൻ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ക്യാപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു. ആ ക്യാപ്പ് ഇല്ലായിരുന്നു. അപ്പം എപ്പോഴും ഡെഫ് ടാങ്ക് അല്ലെങ്കിൽ അത് ഈ പറയുന്ന ആഡ് ബ്ലൂ എപ്പോഴും നല്ലതായിട്ട് സൂക്ഷിക്കുക. അത് വൺ സീൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് പുതിയത് തന്നെ എപ്പോഴും ഒഴിക്കാവും. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റുകൾ. അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് കുറേ ദിവസം എടുത്തു കേട്ടോ. 20-22 ദിവസം കൂടുതൽ എടുത്തു. കംപ്ലീറ്റ് വർക്കും തീർന്നു, ഒരു പ്രശ്നമില്ല ഇപ്പം. അത് മാത്രമല്ല ഇതിൻ്റെ ക്ലച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ബ്ലൂ അല്ലെങ്കിൽ ഡെഫ് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എന്ത് വർക്കിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ജീപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.